guys, this is me Nisha Nijo. Welcome back to my YouTube channel again. So, അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. ഞങ്ങളങ്ങനെ 3-ാം തീയതി ഓസ്ട്രേലിയയിലെത്തി. എൻ്റെ ഹോസ്പിറ്റലുകാർ ഒരു 1 month അക്കോമഡേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. സോ അങ്ങനെ ഞങ്ങൾ 3-ാം തീയതി വന്ന് 2 ദിവസം ഞങ്ങൾ മെൽബണിലായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ. അങ്ങനെ 5-ാം തീയതി തൊട്ടായിരുന്നു ഞങ്ങളുടെ 1 month അക്കോമഡേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ മെൽബണിൽ നിന്ന് ഇപ്പം 5-ാം തീയതി വന്നിട്ട് കീ കളക്ട് ചെയ്തിട്ട് ഞങ്ങളുടെ ലഗേജസ് അവിടെ വെച്ചിട്ട് തിരിച്ച് ഞങ്ങൾ വീണ്ടും മെൽബണിലോട്ട് പോയി. കാരണം 7-ാം തീയതിയാണ് എൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ആവുന്നത്. ഡ്യൂട്ടി പോട്ടെ, ഓറിയൻറ്റേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ആവുന്നത്. സോ ഫോർ 1 week ദർ വിൽ ബി ആൻ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം. സോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ലഗേജ് കീപ്പ് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും മെൽബണിലെ ഫ്രണ്ട്സായിട്ട് ഒരു ദിവസം കൂടെ സ്പെൻഡ് ചെയ്തിട്ട് 6-ാം തീയതി ഞങ്ങൾ അക്കോമഡേഷനിൽ വന്നിട്ട് ഒരു 1 day ഒന്ന് സെറ്റായിട്ട് 7-ാം തീയതി തൊട്ട് നമുക്ക് ഇവിടുന്ന് ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇപ്പം നിൽക്കുന്നത് വിക്ടോറിയയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിട്ടുള്ള വൊണ്ടാഗിയിലാണ്. എന്നാൽ അവിടെയാണ് എൻ്റെ ഹോസ്പിറ്റലിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കീ കളക്ട് ചെയ്യാനായിട്ട് വന്നേക്കാണ്. അപ്പോൾ റൂമൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി ലഗേജ് വെക്കണം, റൂമൊക്കെ ഒന്ന് കാണണം. അപ്പം ആ ഒരു പുതിയ വീഡിയോയിലോട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. എനിക്കറിയില്ല നിങ്ങൾക്ക് എന്തോരം ക്ലിയർ ആയിരിക്കുമെന്ന് വോയിസ്, കാരണം ഇതൊരു കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല ഒരു കാറ്റുണ്ട്. അതുകൊണ്ട് വോയിസ് മേ ബി ബ്രേക്ക്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ മാക്സിമം വോയിസിലാണ് ഇപ്പോൾ പറയുന്നത്. സോ അപ്പം നമുക്ക് 1 monthിലേക്കാണ് അക്കോമഡേഷൻ നൽകിയിരിക്കുന്നത്. സോ ഈ ഒരു 1 month നമുക്കധികം വറി ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത്യാവശ്യമുള്ള എല്ലാ നമ്മുടെ ബേസിക് റിക്വയർമെന്റ്സ് എല്ലാം തന്നെ അവർ കവർ ചെയ്യുന്നതാണ്. നമ്മൾ റെന്റ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ആഫ്റ്റർ 1 month വി നീഡ് ടു മൂവ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് കുറേ മലയാളീസിനെ കണ്ടപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്, ഇവിടെ ഇപ്പം പണ്ടെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് വീട് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം കുറേ മലയാളീസും അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ നഴ്സസിനെ ഇവർ എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അക്കോമഡേഷൻ അവൈലബിലിറ്റി എന്ന് പറയുന്നത് മച്ച് ലെസ് ആണ്. സോ എനിവേസ് ഫോർ 1 month വി ആർ ക്വൈറ്റ് സേഫ്. അപ്പം ഇത്രയൊക്കെയുള്ള ഗായ്സ്. നമുക്കിനി ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്ത അക്കോമഡേഷൻ എങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടിട്ട് വരാം. പിന്നെ എനിക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇഫ് യു ആർ സംവൺ ഹു ഹാവ് 482 visa, it is always better to have your partner with you. ബിക്കോസ് നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ വന്നാൽ. അത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ഇങ്ങോട്ട് വന്നിരുന്ന സമയത്ത് എനിക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കേണ്ട ആവശ്യമായിട്ട് വന്നത് പാർട്ണറിനെ കൊണ്ടുപോകണോ, 482 വിസയാണ്. പക്ഷെ ഞാൻ അവിടെ ചിന്തിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 482 വിസ എടുക്കുമ്പോൾ എൻ്റെ പാർട്ണറിനും വർക്കിംഗ് റൈറ്റ്സ് ഉണ്ട്. സോ ഇറ്റ് മേ ബി എ ബെറ്റർ ചോയ്സ്. സോ എനിവേ അതൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഞാനിവിടെ വന്ന് മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. അതൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. എനിവേസ് വി ക്യാൻ ഗോ ഫോർ അവർ അക്കോമഡേഷൻ ഓറിയൻറ്റേഷൻ. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, നമ്മുടെ വീടിൻ്റെ 1 month അക്കോമഡേഷൻ്റെ കീ കിട്ടിയേക്കാണ്. സന്തോഷവും എൻ്റെ ഹസ്ബൻഡ് കൈവറാണ് കേട്ടോ. ഇതിലേതാണ് കർത്താവ്? അത് റിട്ടേൺ ചെയ്യാനുള്ളത്. അത് ജസ്റ്റ് റൂട്ട് മാപ്പൊക്കെ കേട്ടോ. കാണിക്കേ, അതിലെഴുതിയുണ്ടാവില്ല എല്ലാത്തിലും. അപ്പോൾ ഗൈസ്, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന വീട്. നമ്മൾ ആദ്യമേ ഡോറ് തുറന്ന് ചെല്ലുമ്പോൾ തന്നെ ഒരു കോറിഡോറാണ്. കോറിഡോറിൻ്റെ 2 സൈഡിലായിട്ട് 2 റൂം നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫാമിലി ആയിട്ട് ചെല്ലുന്നതുകൊണ്ട്, ഞാനും ഹസ്ബൻഡും ഉള്ളതുകൊണ്ട് അവർ 2 റൂമാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഞങ്ങൾ ചൂസ് ചെയ്തത് ആദ്യത്തെ റൂമാണ്. അതാകുമ്പം അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. അപ്പം നമുക്ക്
റൂമിൽ നമുക്ക് ഒരു ബെഡ് ഉണ്ട്, പിന്നെ ഒരു സൈഡ് ടേബിൾ ഉണ്ട്, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി. പിന്നെ ഒരു 2 ലൈറ്റ്സ് ഉണ്ട്. പിന്നെ നമുക്കൊരു വാർഡ്രോബ് പോലെ തന്നിട്ടുണ്ട്, ഡ്രസ്സൊക്കെ ഹാങ് ചെയ്തിടാനും. പിന്നെ അവർ ബ്ലാങ്കറ്റ്സ് ഒക്കെ അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്, പില്ലോസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് ബ്ലാങ്കറ്റ്സ് ഇല്ലാതെ കിടക്കാൻ പറ്റത്തില്ല. എന്നും ഒന്നും അത്ര വലിയ തണുപ്പുണ്ടാവില്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ക്ലൈമറ്റ് വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇതാണ് വാഷ്റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നമുക്കൊരു വലിയ മിറർ തന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബാത്റൂം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതുപോലെ തന്നെ നമുക്ക് ബാത്റൂമിൽ നിന്ന്, അതായത് ബാത്റൂമിൽ നിന്ന് റൂമിൽ നിന്ന് 2 സൈഡിൽ നിന്ന് നമുക്ക് കോറിഡോറിലോട്ടുള്ള ഒരു ആക്സസ് കിട്ടുന്നുണ്ട്. നമ്മൾ റൂമിൽ നിന്ന് 2ാമത്തെ റൂമിലോട്ട് പോവുകയാണ്. നേരെ ഓപ്പോസിറ്റാണ് 2ാമത്തെ റൂം എന്ന് പറയുന്നത്. അപ്പം അതിനകത്തും ലൈക്ക് സെയിം പോണൊക്കെ തന്നെയാണ്. ഒരു സൈഡ് ടേബിൾ തന്നിട്ടുണ്ട്, ലൈറ്റ്സ് തന്നിട്ടുണ്ട്, പിന്നെ ഒരു ബെഡ്, പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് വാർഡ്രോബ്, നമ്മുടെ ലഗേജൊക്കെ കീപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ്, പിന്നെ വിൻഡോസ്. നമ്മൾ വിൻഡോ തുറക്കുമ്പോഴേ നേരെ റോഡിന് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളത് തുറന്നിടാറില്ല. ഇവിടെ അതുപോലെ അവർ കുറച്ച് ബ്ലാങ്കറ്റ്സും പില്ലോസും ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ 3-4 ടർക്കീസൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ മുന്നോട്ട് ചെന്ന ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ വാഷ് ഏരിയയാണ്. അവിടെ ഇതെന്ന് പറയുന്നത് നമുക്കൊരു ഡ്രയർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു വാഷിംഗ് മെഷീനും തന്നിട്ടുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് ഈ ഡ്രയർ ഒത്തിരി യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഈ സൈഡിൽ നമുക്കിത് കബോർഡ്സ് ഓരോ സാധനങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഒരു വാക്വം ക്ലീനർ തന്നിട്ടുണ്ട്. ഇവിടെ കാർബറ്റ്സ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അപ്പം വാക്വം ക്ലീനറാണ് ഇവിടെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പുറത്തൊരു ടോയ്ലറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സോ അങ്ങനെ കൊറിഡോർ കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് നമ്മുടെ കിച്ചണിലോട്ടാണ്, ലിവിങ് ഏരിയയിലോട്ടാണ്. അവിടെ നമുക്ക് ഒരു TV തന്നിട്ടുണ്ട്, ടേബിള്, പിന്നെ 2 സോഫ സെറ്റ്, പിന്നെ അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ടേബിൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ വർക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിലും, പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കാനാണെങ്കിലും അങ്ങനെ ഒരു ചെറിയൊരു വർക്ക് സ്പേസും തന്നിട്ടുണ്ട്. നമ്മുടെ ലാപ്ടോപ്പ് കീപ്പ് ചെയ്യാനൊക്കെ നല്ലതാണ്. പിന്നെ ഒരു കുഞ്ഞ് ടേബിള്, പിന്നെ അവിടെ ഒരു 4 പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ടേബിള്, പിന്നെ നമുക്കൊരു ഓവൻ തന്നിട്ടുണ്ട്, ഫുഡൊക്കെ നമുക്ക് ചൂടാക്കി കഴിക്കാൻ വേണ്ടി. പിന്നെ ഒരു ഡിഷ് വാഷർ, പാത്രം കഴുകി വയ്ക്കാനുള്ള സാധനം, പിന്നെ ഒരു കോഫി മേക്കർ, ബ്രെഡ് ടോസ്റ്റർ, പിന്നെ അതിനകത്ത് നമ്മുടെ കോഫി പൗഡർ, കത്തികൾ, അങ്ങനെയൊക്കെയുള്ള ഒരു വലിയൊരു കബോർഡ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് കുറേ സാധനങ്ങൾ നമുക്ക് വയ്ക്കാൻ ഭയങ്കര സ്പേഷ്യസ് ആണ് കേട്ടോ. അത് കുറേ വൈൻ ഗ്ലാസ്സസ് ഒക്കെയാണ്. ഞങ്ങളതൊന്നും അധികം യൂസ് ചെയ്തിട്ടില്ല, അവിടെ 1-2 തവണ മാത്രമേ യൂസ് ചെയ്തുള്ളൂ. പിന്നെ ഒരു ഫ്രിഡ്ജ്, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കിച്ചൺ എന്ന് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് നമുക്ക് 2 ഡോർസ് തന്നിട്ടുണ്ട്. ഇതിലൊരു ഡോർ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. ഓപ്പൺ ആക്കുന്നത് നമ്മൾ ബാക്ക് സൈഡിലോട്ടാണ്. അപ്പോൾ അതുവഴി ഒരു കുഞ്ഞ് ഡോറുണ്ട്, പക്ഷെ അത് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഫ്രണ്ട് ഡോറാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. ഇത് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് തുണി ഉണക്കാനുള്ള കുറച്ച് ഏരിയ തന്നിട്ടുണ്ട്. ഇവിടെ പിന്നെ വെയിൽ വരുമ്പോൾ പിന്നെ നല്ല ചൂടുള്ളതുകൊണ്ട് തുണി എപ്പോഴിട്ടാലും പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പിന്നെ അതുകൊണ്ട് തന്നെ നല്ല കാറ്റും ഉള്ളതുകൊണ്ട്, ഈവൻ മഴയാണെങ്കിൽ പോലും കാറ്റുണ്ടെങ്കിൽ ആ കാറ്റും കൊണ്ട് തുണി ഉണങ്ങി കിട്ടും. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ ആൻഡ് കിച്ചൺ എന്ന് പറയുന്നത്. പിന്നെ മെയിനായിട്ട് പറയാൻ വിട്ടുപോയി, ഹീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്.
തണുപ്പുള്ള സമയത്ത് നമുക്കത് ഓണാക്കിയിട്ട് അപ്പം അത്രയൊക്കെ ഉള്ളു ഗൈസ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഒന്ന് വീഡിയോ എടുത്താണ് ആ ഒരു ഏരിയ. നല്ല രസമുണ്ട്, അടുപ്പിച്ചടുപ്പിച്ച് വീടുകളും നല്ലൊരു എന്താ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ടുള്ള ഒരു കാര്യം വിട്ടുപോയതൊന്നും ഇവിടെ പറയാണ്. നമ്മുടെ ഹോസ്പിറ്റൽ എംപ്ലോയർ നമുക്കൊരു വരുന്ന സമയത്ത് നമ്മുടെ കീയുടെ കൂടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു $500 ഓസ്ട്രേലിയൻ ഡോളറിൻ്റെ. സോ അത് നമുക്ക് നമ്മുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ പിന്നെ ഷോപ്സ് ഒക്കെ അടുത്താണ്. വോൾവർട്ട്സ്, അൽദി, പ്ലാസ ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ നമ്മൾ നാട്ടിൽ നിന്ന് എല്ലാം വലിച്ചു വാരി കെട്ടിക്കൊണ്ട് വരേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഏഷ്യൻസ് ഫുഡ്സ് ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ ഏഷ്യൻസ് ഫുഡ്സ് വേണമെങ്കിൽ ഇവിടുന്ന് ഒരു 40 minutes ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഡാൻഡിനോങ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഏഷ്യൻസ് ഫുഡും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. നിങ്ങൾ ഇത്രയും നാളും തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ എന്താ, കീപ് സപ്പോർട്ടിങ് us. Have a great day. Bye.